പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഏഷ്യയിലെ ഏറ്റവും വലിയ സ്കൂൾ കലോത്സവത്തിന് ഇന്ന് തൃശ്ശൂരിൽ തിരശ്ശീല ഉയരുകയാണ്. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവമാണിത്. ഇന്ന് രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. 25 വേദികളുണ്ട്, 15,000-ഓളം പ്രതിഭകൾ മത്സരിക്കും. കലോത്സവ നഗരിയിൽ നിന്ന് നമ്മുടെ ടീം 24 ചേരുന്നു. അതിവിപുലമായ ഒരുക്കങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാ കൊല്ലവും നമ്മൾ ചെയ്യുന്നത് പോലെ നമ്മുടെ തൃശ്ശൂരിൽ അരങ്ങേറുന്ന കലോത്സവത്തിൻ്റെ എല്ലാ ദൃശ്യങ്ങളും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമ്മുടെ ഗോൾഡൻ സ്ക്രീനിലൂടെ കാണാനാവും. നമ്മുടെ സംഘം സ്മിത ഹരിദാസ്, സൂരജ് സജി, പ്രജിൻ സി കണ്ണൻ, വിപിൻ സി വിജയൻ, സുർജിത്ത് അയ്യപ്പത്ത്, ശ്രീനിത കൃഷ്ണൻ, ഹരിഷ്മ തുടങ്ങിയവരെല്ലാം നമുക്കൊപ്പം ചേരുന്നു. ആദ്യം സ്മിത ഹരിദാസിലേക്ക്. സ്മിത, നമ്മുടെ പട്ടാളം മുഴുവൻ അണിനിരന്ന് കഴിഞ്ഞോ? എന്താണ് വിവരം? അവരെ വൈഡായിട്ടൊന്ന് കാണിച്ചാൽ നന്നായിരുന്നു തോന്നുന്നു. എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ സംഘം 24 വാർത്താ സംഘം തൃശ്ശൂർ അതിവിപുലമായ ഒരുക്കങ്ങളുമായി. ഗുഡ് മോർണിംഗ് ടു ആൾ ഓഫ് യു. ഗുഡ് മോർണിംഗ് സ്മിത, പറഞ്ഞോളൂ. എല്ലാവരും അതിരാവിലെ തന്നെ ഇവിടെ ഹാജരായിട്ടുണ്ട്. നമ്മൾ വലിയൊരു സംഘം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. കാരണം പൂരത്തിൻ്റെ നാട്ടിലാവുമ്പോൾ നമ്മൾ ഒട്ടും കുറയ്ക്കാൻ പാടില്ല. ആ രീതിയിൽ തന്നെ നമ്മൾ എല്ലാവരും ഉണ്ട്. 64ാമത് സ്കൂൾ കലോത്സവം ഇങ്ങനെ കൊടിയേറാൻ അല്പസമയം കൂടിയേ ബാക്കിയുള്ളൂ. ഇനി കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറഞ്ഞ പോലെയാ. നമ്മുടെ മോർണിംഗ് ഷോ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴേക്കും ഇവിടെ ഉദ്ഘാടന മാമാങ്കമായിരിക്കും. അതങ്ങനെ പൊടിപൊടിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ കൂടെ പ്രജിനുണ്ട്, സൂരജുണ്ട്, ശ്രീനിത, ഓരോരുത്തരായിട്ട് പേര് പറഞ്ഞ ഒരുപാട് പേരുണ്ട്. അപ്പൊ പ്രജിൻ, എല്ലാം സെറ്റല്ലേ പ്രജിൻ? നമ്മള് തീർച്ചയായിട്ടും സ്മിത, SK അതുപോലെ നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു വിപുലമായ ലൈവൊക്കെ നമ്മൾ കൊടുക്കാറുള്ളത് ഇത് തേക്കിൻകാട് മൈതാനത്തിൽ നമ്മുടെ തൃശ്ശൂർ പൂര സമയത്താണ്. പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ മറ്റൊരു പൂരം, സർവകലാപൂരം, അതിൻ്റെ കൊടിയേറ്റ് നടക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ തേക്കിൻകാട് മൈതാനിൽ എന്തെന്നില്ലാത്തൊരു സൗരഭ്യം ഇങ്ങനെ നിറയുന്നുണ്ട്. 25 വേദികൾ, അതിൻ്റെ പേരുകൾ സൂര്യകാന്തി, പാരിജാതം, നീലക്കുറിഞ്ഞി, ആമ്പൽ എന്നിങ്ങനെ 25 പുഷ്പങ്ങളുടെ പേരാണ് ഓരോ വേദികൾക്കും നൽകിയിരിക്കുന്നത്. ആ പുഷ്പങ്ങളെല്ലാം ഇങ്ങനെ മൊട്ടിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ സൗരഭ്യം അത് വിരിഞ്ഞു വരാൻ ഒരു കേവലം 2 മണിക്കൂറിന്റെ സമയമുണ്ട്. യഥാർത്ഥത്തിൽ ആ സൗരഭ്യം എന്ന് പറയുന്നത് നമ്മുടെ കുരുന്ന കലാപ്രതിഭകളുടെ മത്സര ഇനങ്ങളാണ്. അവരുടെ സ്റ്റേജുകൾ നിറയുമ്പോൾ അവരുടെ പെർഫോമൻസ് ആണ് ശരിക്കും സൗരഭ്യമായി നമ്മുടെ ഈ തേക്കിൻകാട് മൈതാനത്താകെ ഇങ്ങനെ നിറഞ്ഞു വരിക. സൂരജ്, അപ്പൊ എല്ലാം സെറ്റല്ലേ? അതെ, അതായത് പ്രജിൻ സൂചിപ്പിച്ചിരുന്നു തുടങ്ങാം. അതായത് പൂരത്തിനാണ് നമ്മൾ നിൽക്കുക. പക്ഷെ രാവിലെ ഇവിടെ അരങ്ങേറാൻ പോകുന്ന ഒരു ചെറു പൂരമാണ്. 64 കുട്ടികൾ ഇവിടെ ഒരു കുടമാറ്റം നയിക്കും. അതോടൊപ്പം തന്നെ ഇലഞ്ഞിത്തറ മേളം, അത് പലപ്പോഴും ഈ കുട്ടികളെ സംബന്ധിച്ച് അവർക്കൊന്നും കേൾക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങളുടെ മേളപ്രമാണിമാർ പങ്കെടുത്തുകൊണ്ട് ഈ നമ്മുടെ പാണ്ടിമേളം നടക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് ഇലഞ്ഞിത്തറ മേളം കാണാൻ ഒരു ചെറുപൂരം എന്ന്, അതായത് പൂരത്തോടു കൂടിയാണ് ഇവിടെ നിന്ന് തുടങ്ങുക. അങ്ങനെ മുഖ്യമന്ത്രി വരുന്നതിന് മുമ്പ് ആ പൂരം അരങ്ങേറും. അതിനുശേഷം ഇവിടെ പതാക ഉയർത്തൽ, അത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഓളത്തിലേക്ക് പോവുകയാണ്. എന്തായാലും നമ്മുടെ സംഘാംഗങ്ങൾ എല്ലാവരും തന്നെ ഉണ്ട്. വിപിൻസി, അതെ, ആ ഒരു ഓളത്തിന് ഒട്ടും കുറവില്ല. ഇന്നലെ വന്നപ്പോൾ തന്നെ കഴിഞ്ഞ തവണയൊക്കെ, അതായത് കഴിഞ്ഞ തവണ കലോത്സവത്തിലൊക്കെ പങ്കെടുത്ത് ഇപ്രാവശ്യം ഈ ഒരു സ്കൂൾ പഠനകാലം കഴിഞ്ഞു പോയ കുറേ ആൾക്കാരെ കണ്ടിരുന്നു. അവരൊക്കെ വലിയ നിരാശ കൂടി പങ്കുവയ്ക്കുകയാണ്. കാരണം തൃശ്ശൂരിലൊരു സംസ്ഥാന കലോത്സവം വന്നപ്പോൾ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ അത്രത്തോളം ആവേശത്തോടു കൂടി ഈ നമ്മൾ പൂരത്തിന് എങ്ങനെയാണോ അതുപോലെ തന്നെ ഓരോ ആളുകളും ഇത് ഏറ്റെടുക്കുന്ന ഒരു കാഴ്ച തന്നെ SK ഇവിടുന്ന് ഓരോ സ്ഥലത്തു നിന്നും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തേക്കിൻകാട് മൈതാനത്തിൽ മാത്രം 3 സ്റ്റേജുകളാണ് ഒരുക്കിയിട്ടുള്ളത്. 1ാമത്തെ സ്റ്റേജിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ ഓരോ സ്റ്റേജ് ഒരു ദിവസം തന്നെ 25 കലാമേളത്തിൽ നടത്തുന്നത്. അതെ, എന്തായാലും 98ലാണ് ഇവിടെ കലോത്സവം നടന്നത്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു സന്നാഹം ഒരുക്കമൊക്കെ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നലത്തെ ഘോഷയാത്രയടക്കം വിപുലമായ രീതിയിൽ തന്നെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. തൃശ്ശൂരിൻ്റെ ഒരു പരിചയം തന്നെ കാണാൻ കഴിഞ്ഞു. വലിയ കൂട്ടായ്മയാണ്. കാരണം അതിൽ രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല. എങ്ങനെയാണ് പൂരം നടത്തുന്നത്, എങ്ങനെയാണ് പുലിക്കളി നടത്തുന്നത്, അതുപോലെ തന്നെ ഈ കലോത്സവവും സംഘടിപ്പിക്കാൻ വേണ്ടി ഇവിടുത്തെ തൃശ്ശൂരിൻ്റെ പൗരാവലി തയ്യാറായിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിപുലമായ ഒരുക്കങ്ങളാണ്. 1ാം വേദിയിൽ പോലും ഉള്ളത് 7000 പേർക്ക് ഇരിക്കാവുന്ന വലിയ വേദി, വലിയ സദസ്സ്, അത്രയും ആളുകൾക്ക് ആസ്വദിക്കാൻ പറ്റും. പ്രധാനപ്പെട്ട പരിപാടികളൊക്കെ നടക്കുന്നത് ഈ തേക്കിൻകാട് മൈതാനത്തെ ചുറ്റുപറ്റിയാണ്. മാത്രമല്ല മൊത്തം 25 വേദികളുണ്ട്. എന്തായാലും വർണ്ണാഭമായ ഒരുക്കം, വർണ്ണാഭമായ രീതിയിൽ തന്നെ ഈ കലോത്സവം സംഘടിപ്പിക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ ടീമിനെ കുറിച്ചും കൂടെ പറയണമെന്ന് തോന്നുന്നു. എല്ലാവരും ഉണ്ട്. നമ്മുടെ വിൽസ് എവിടെ പോയി? വിൽസ് ഫിലിപ്പ് മുതൽ അപ്പുറത്ത് പ്രശാന്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ ക്യാമറയില് വിൽസ് എങ്ങനെയുണ്ട്? നമ്മുടെ ഈ പറഞ്ഞതുപോലെ വളരെ വിപുലമായിട്ടുള്ള ക്യാമറ ടീമും ടെക്നിക്കൽ ടീമും ഇവിടെ ഉണ്ട്. വളരെ കളർഫുൾ ആയിട്ട് തന്നെ അത് ടെലികാസ്റ്റ് ചെയ്യും. ഒരു കുറവ് വരുത്താൻ ഒരിക്കലും ഉണ്ടാവില്ല. നല്ല ഉറപ്പായിട്ടും. പിന്നെ നമ്മുടെ എല്ലാ ടീം അംഗങ്ങളും ഇലക്ട്രിക്കൽസിലാവട്ടെ, ടിജോ ഉണ്ട്, ഓഡിയോ ടിജോ എല്ലാം സെറ്റാണ്. നമ്മൾ പൊളിക്കും. ശ്രീലാൽ ഉണ്ട്. ശ്രീലാൽ,
കലോത്സവം നമ്മളെല്ലാ എന്താ പറയുക ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള എല്ലാ അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്, എല്ലാ ടെക്നിക്കൽ അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. മെയിൻ പവലിയൻ കൂടാതെ നമ്മുടെ എല്ലാ ബാക്കി സ്റ്റേജുകളുടെ ഔട്ടും എല്ലാം ലഭ്യമാക്കിയിട്ടുണ്ട്. അത് കൂടാതെ പല സ്ഥലങ്ങളിലും നമ്മൾ LED ബോർഡും പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിൽ 24 ലൈവ് അപ്ഡേറ്റും ജനങ്ങൾക്ക് കിട്ടും. അങ്ങനെയാണ്. അപ്പൊ നമ്മുടെ ടീമംഗളെ ഒന്നും കൂടെ കാണിച്ചിട്ട് നമുക്ക് ഈ രാവിലത്തെ ഈ ഒരു പൂരത്തിന്റെ തുടക്കം, അതിന്റെ മേളം, അതിന്റെ ഒരു ആവേശ തിമിർപ്പിലാണ് SK ഞങ്ങൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ആർപ്പ് വിളിക്കാം. റെഡി അല്ലേ? ഓക്കെ, അപ്പം നമ്മുടെ സർവകലാപുരത്തിന് നാന്ദി കുറിക്കുകയാണ്. കൊടിയേറ്റ് നടക്കാൻ എനിക്ക് കേവലം മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പോ നമുക്ക് പൂരം തുടങ്ങാം. ആർപ്പോ ആർപ്പോ. യെസ്, ഇനി മിനിറ്റുകൾ മാത്രം. നമുക്കിപ്പോ പ്രത്യേകിച്ച് നമ്മുടെ ഈ തവണത്തെ ഈ പതാക ഒന്ന് കാണണം. അവിടെ കലോത്സവത്തിന്റെ കുറച്ച് വൈവിധ്യങ്ങൾ കൂടി ഉണ്ട്. കുറച്ച് തൃശ്ശൂർ ഗഡികൾ അവിടെ കാത്തു. തീർച്ചയായിട്ടും. അപ്പൊ ഗഡി ഇവിടെ ഉണ്ട്, നമ്മുടെ കുരാണ ഗഡി ഇവിടെ ഉണ്ട്. കുരാണി തുടങ്ങിക്കോ ഗഡി. അല്ല, അപ്പൊ ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറച്ചും കൂടെ സന്തോഷവും ആവേശവും അഭിമാനമൊക്കെ കുറച്ചുകൂടെ കൂടുതലാണ്. എന്റെ നാടാണല്ലോ. അപ്പൊ നേരത്തെ സൂരജ് സജി പറഞ്ഞില്ലേ, അതായത് ഒരു മിനി പൂരം തന്നെ നമ്മളിവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പാണ്ടിമേളുണ്ട്, കൂടമാറ്റുണ്ട്. അതായത് ഞങ്ങളുടെ നാടിന്റെ ആ ഒരു സ്നേഹവും ആ ഒരു സംസ്കാരവും ആ ഒരു വൈബും മൊത്തം എല്ലാ നാട്ടുകാരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ്. ഹലോ, എന്ന് നടക്കാൻ പറ്റും. ഇതിപ്പോ കലോത്സവത്തിന്റെ വൈബ് കിട്ടാൻ വേണ്ടിട്ട് ഇവിടെ നിന്നത് മറ്റേത് ഓരോ ദിവസം ഓരോ വൈബായിരിക്കും. ഇന്നിപ്പോ 2 ദിവസം ഈ വൈബായിരിക്കും. നാട്ടുകാർക്ക് നമ്മുടെ തൃശ്ശൂരിന്റെ സ്നേഹം കൊടുക്കാൻ പോകും. പിന്നെ കൊടുത്തില്ലേ, നമ്മള് തൃശ്ശൂർക്കാരിൽ നിന്ന് അടിച്ചു പൊളിക്കാൻ പോകണ 5 ദിവസം ഇവിടെ ഉത്സവത്തിന്റെ ഒരു പൂരാണ്. ഞങ്ങൾ കേരളത്തിന് വേണ്ടി വിട്ടുകൊടുത്തിരിക്കുന്നു. കേരളത്തിന് വേണ്ടി വിട്ടുകൊടുത്തിരിക്കുന്നതാണ് പറയുന്നത്. ഇതാണ് തൃശ്ശൂരുകാരുടെ സ്നേഹം. അപ്പൊ ഒക്കെ സെറ്റാണ്. എങ്ങനെയാണ് നമ്മള് ഇനിയിപ്പോ സൂരജ്, നമുക്ക് ഇപ്പൊ എംബ്ലത്തിന്റെ മുന്നിലാണ് നമ്മളുള്ളത് അല്ലേ? അപ്പോ ഇത് ഇവിടെയാണ് കൊടിയേറ്റ് നടക്കാൻ വേണ്ടി പോകുന്നത് അല്ലേ? പതാക ഉയർത്തുന്നത് ഇവിടെ. അതായത് ഈ വർഷത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ അതായത് ചിലങ്കയുടെ മണികളുണ്ട്, ചിലങ്കയുടെ മുത്തുമണികളുണ്ട്. അതുപോലെ ആനയുടെ ചെണ്ടമേളത്തിനുള്ള ആനക്കൊമ്പുണ്ട്, ചെണ്ടമേളത്തിന്റെ നെറ്റിപ്പട്ടം കെട്ടിയ ആന. ഒപ്പം തന്നെ ബ്രഷാണ്, വലിയൊരു ബ്രഷാണ്. നമ്മുടെ നാടിന്റെ സാംസ്കാരികത ഇങ്ങനെ നിറഞ്ഞു തുളുമ്പുന്ന എംബ്ലം തന്നെ പറയാം. അതെ, വീണ എല്ലാ ഉപകരണങ്ങളും അങ്ങനെ എല്ലാം ഒന്നിച്ചു നൽകുന്ന ഒരു ലോഗോയാണിത്. അവിടെയാണ് നമ്മുടെ പതാക ഉയർത്താൻ പോകുന്നത്. അല്പസമയത്തിനകം ആ ചടങ്ങുകളിലേക്ക് കിടക്കും. എന്തായാലും 249 ഇനങ്ങളാണ് 25 വേദികളിലായി അടുത്ത 5 ദിനരാത്രങ്ങൾ നടക്കാൻ പോകുന്നത്. 15,000-ഓളം പ്രതിഭകൾ എന്ന് പറയുമ്പോൾ ജെൻസി ആണ് കേട്ടോ. ജെൻസി നമ്മുടെ ജെൻസി ടീമാണ് ഈ 15. ഞാൻ പറഞ്ഞു നമ്മുടെ പ്രതിഭകളൊക്കെ ജെൻസി ടീമാണ്. അപ്പം അവർക്കൊപ്പം എല്ലാ പ്രായത്തിലുമുള്ള ആൾക്കാർ ഒരു വലിയൊരു പൂരത്തിന്റെ ഭാഗമായ ഒരു പുരുഷാരം തന്നെ ഈ 5 ദിവസങ്ങളിൽ ഇവിടെ എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പും സംസ്കാര വകുപ്പും ഒക്കെ ചേർന്ന് ഇവിടെ ഒരുക്കിയിട്ടുണ്ടല്ലോ സൂരജ്. ഇനി പോകെ നമുക്ക് അത്തരം സസ്പെൻസുകളെല്ലാം പുറത്തോട്ട് പോകാൻ തോന്നുന്നു. ഒരുപാട് സസ്പെൻസുകളുണ്ട്. 24 ടീം സെറ്റ് ആണ്. അപ്പൊ ഇവിടേക്ക് വരാൻ പറ്റാത്ത ഒരു കാരണവശാലും വിഷമിക്കേണ്ട. ഈ ജെൻസി പിള്ളേരുടെ ആ ഒരു വൈബ് ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മളെല്ലാവരും സെറ്റ് ആണ് കേട്ടോ. അപ്പോ സൂര്യകാന്തി എന്ന 1ാം വേദിക്ക് മുന്നിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അല്പസമയത്തിനകം ഇവിടുത്തെ മറ്റു ചടങ്ങുകളിലേക്ക് കിടക്കും. ആ സമയത്ത് കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായി നമ്മളെത്തും. SK. ഓക്കെ, താങ്ക് യു പ്രജൻസി കണ്ണൻ ആൻഡ് ടീം. ഓക്കെ, എന്തായാലും വലിയൊരു സംഘം തൃശ്ശൂരിലുണ്ട്. നമ്മുടെ ഈ വലിയ കലാമേള, അതിൻ്റെ ചൂടും ചൂരും ആവേശവും അതിൻ്റെ സർഗ്ഗലോകവും ഒന്നും ചോർന്നു പോകാതെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ എത്തിക്കാൻ അതിവിപുലമായ ഒരുക്കങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഈ കലോത്സവ വേദിയിൽ ഉണ്ടാകും. ഇന്ന് രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.